ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോയാബീൻ കറിയാണ്. അതിനാവശ്യമായിട്ടുള്ള സവാള, പച്ചമുളക്, കരിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൂടാതെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. ആവശ്യമുള്ളവർക്ക് ഉരുളക്കിഴങ്ങ് കൂടി ചേർത്താൽ കുറച്ചുകൂടി ഒരു കൊഴുപ്പുണ്ടാകും. സോയാബീൻ നമ്മൾ നന്നായി കഴുകിയെടുത്ത ശേഷം അതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിക്കുക. ഒഴിച്ചൊന്ന് കുതിരാനായിട്ട് വെക്കുക. അപ്പോൾ തന്നെ സോയാബീൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ച ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മൾ ഇറച്ചിക്കറിക്ക് വെക്കുന്നത് പോലെ തന്നെ. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് സവാള, പച്ചമുളക്, കരിവേപ്പില ഇതെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴട്ടി കൊടുക്കാം. സവാള എത്രത്തോളം വഴളുന്നോ അത്രത്തോളം നന്നായിരിക്കും കറി. സവാള വഴട്ടുന്ന ടൈമിൽ നമുക്ക് ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം സവാള നന്നായിട്ട് ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കുക. സവാള ഒരുവിധം വഴളുമ്പോൾ തന്നെ നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. സവാള വാടുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടിവകകൾ എടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ലേശം കുരുമുളക്, മസാല എന്നിവ ഞാൻ ഇന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുകയാണ്. നമുക്ക് സെപ്പറേറ്റ് തന്നെ ചൂടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്കെടുത്ത് ഉപയോഗിക്കാം. ഞാൻ എടുക്കുമ്പോൾ ആവശ്യത്തിനുള്ളത് കുറച്ച് ചൂടാക്കിയിട്ടാണ് കറികളിലേക്ക് തട്ടുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു പച്ച ചുവ കറിക്കുണ്ടാവും. സവാള ഒരുവിധം വാടുമ്പോഴേക്കും ഞാനതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ തക്കാളിയോടൊപ്പം സവാള നന്നായിട്ട് തുടർന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഞാൻ ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പൊടി ചേർത്ത് നമുക്ക് സവാളയുടെ കൂട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കും. ചിക്കൻ കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും നമുക്ക് സോയാബീൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനൊരു 2 പീസ് മാത്രമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് സവാള നന്നായി വഴണ്ട് വരുന്ന ആ സ്റ്റേജിൽ നമുക്ക് ഈ ചിക്കൻ സ്റ്റോക്ക് ഇട്ട്
ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ കൂടെ ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ ഇത് സവാളയുടെ കൂടെ യോജിപ്പിച്ച് ഇളക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ കറിക്ക് ചിക്കൻ കറിയുടെ ഒരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും അതുപോലെ ചൂടുവെള്ളത്തിൽ കുതിരാൻ വെച്ച സോയാബീനും ചേർത്ത് കൊടുക്കുകയാണ്. സോയാബീൻ നമ്മൾ ചൂടുവെള്ളത്തിൽ നിന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് വേണം കറിയിലേക്ക് ചേർക്കാനായിട്ട്. അപ്പം ഞാൻ ബാക്കിയും കൂടെ ഇതുപോലെ പിഴിഞ്ഞ് എടുക്കുവാണ്. പിഴിഞ്ഞെടുത്ത സോയാബീൻ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമായ ചേരുവകളെല്ലാം തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവാനായിട്ട് അനുവദിക്കാം. അപ്പോഴേക്കും ഞാനിതിലേക്ക് കുറച്ച് തേങ്ങ വറുത്ത് ചേർക്കുന്നുണ്ട്. അതിനാവശ്യമായി തേങ്ങയും കരിവേപ്പിലയും 2 വറ്റൽമുളകും ചുമന്നുള്ളിയും ഒരല്പം ജീരകവും കൂടെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. കറിക്കൊരു കളറും കൊഴുപ്പും കിട്ടാൻ വേണ്ടിയിട്ടാണ് തേങ്ങ വറുത്തത് ഞാൻ ചേർക്കുന്നത്. ഇതൊക്കെ ഓപ്ഷണലായിട്ടുള്ള കാര്യങ്ങളാണ്. ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യുന്നതും ചിക്കൻ സ്റ്റോക്കും തേങ്ങ വറുത്തതും ഒക്കെ ഓപ്ഷണലാണ്. ആവശ്യമുള്ളവർക്ക് ചെയ്യാം. ഇതില്ലെങ്കിലും നമുക്ക് സോയാബീനും സവാളയും പൊടിവകകളുണ്ടെങ്കിലും നമുക്ക് സോയാബീൻ കറി ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഈ തേങ്ങ വറുത്തത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ വെന്ത് കൊണ്ടിരിക്കുന്ന സോയാബീനിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി അരപ്പ് കൂടി നമുക്ക് വേവാനായിട്ട് കുറച്ച് സമയം കൂടി ഇത് അടുപ്പത്ത് വെക്കാം. അപ്പോഴേക്കും സോയാബീനും ഉരുളക്കിഴങ്ങും കുറച്ചുകൂടി വേവാനുള്ളൊരു ടൈം കിട്ടുകയും ചെയ്യും. ഇത് അടച്ചു വെച്ച് നന്നായി വേവിക്കാം. ഈ സ്റ്റേജിൽ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് സെറ്റ് ചെയ്യാം. അപ്പോൾ സോയാബീൻ കറി നന്നായിട്ട് തിളച്ച് റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.